സ്വാഭാവികമായിട്ടും ഇതിനകത്ത് വളരെ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശം എന്ന് പറഞ്ഞിട്ട് പിന്നെ പള്ളി മത മേധാവികളെല്ലാം കൂടെ ചാടുകയാണ്. അത് ഞാൻ പറയുന്നില്ല, ക്രിസ്തീയ മത മേധാവികൾക്ക് മാത്രമായിരുന്നു അങ്കലാപ്പ്, വേറെ ആർക്കും പിന്നെ ഇസ്ലാം മത വിശ്വാസികൾ പോലും ഒന്നും മിണ്ടിയില്ല. പക്ഷേ എങ്കിലും പിന്നെ മറ്റുള്ളവരുടെ ഭയങ്കര പിണപ്പ് കാണുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പം യാക്കോബായ സഭയ്ക്ക് പോലും ഇതിനകത്ത് ഈ ഇപ്പൊ കൂടി നിന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന സഭകളല്ലാതെ വേറെ സഭകളുടെ ഉണ്ട്. അവർക്ക് വിരുദ്ധാഭിപ്രായമാണ് ഉള്ളത്. ആ വിരുദ്ധാഭിപ്രായത്തെ അവർക്ക് ചെവി കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറല്ല. അപ്പൊ ഈ നിയമത്തിന് നല്ലതാണ് എന്ന് പറയുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒരുപാടുണ്ടത്. അതിന് ചെവി കൊടുക്കില്ല. അതാണ് ഇവിടുത്തെ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത്. ആ മീഡിയയ്ക്ക് പോലും പൈസ കിട്ടുന്നുള്ള ആരോപണം വന്നില്ലേ? അപ്പോൾ അതൊക്കെ ഉണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്, മീഡിയയ്ക്ക് പൈസ ഇരിക്കാനുള്ള വകുപ്പില്ല. ഇവിടെ അങ്ങനെ ഇല്ലേ? എന്തും പിന്നെ ഭരിക്കുന്ന സർക്കാരിനെ ചീത്ത പറയുന്ന ചാനലുകളില്ലേ? ആരെങ്കിലും പൂട്ടിച്ചില്ല. അപ്പോൾ പിന്നെ അന്വേഷണം വരുമ്പോൾ ആ പൈസ എവിടെ നിന്ന് ചോദിക്കേണ്ടി വരും. നിങ്ങൾ ഈ കാറ് വാങ്ങിച്ചത് എന്തിനാണെന്ന് ചോദിക്കേണ്ടി വരും. പൈസ നിങ്ങൾക്ക് സ്കൂൾ കെട്ടാനല്ലേ? പൈസ നിങ്ങൾക്ക് പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താനല്ലേ? അതിന് കണക്ക് കൊടുക്കണ്ടേ? ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്തെങ്കിലും എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അങ്ങനെ നമുക്ക് കാരുണ്യ പ്രവർത്തനം നടന്ന തെണ്ടി വാങ്ങിച്ച് ചെയ്യേണ്ടി വരും. അല്ലാതെ ഔദ്യോഗികമായി സർക്കാർ അറിഞ്ഞുകൊണ്ട് ഒരു പിന്നെ നാട്ടിലെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു പണം സ്വീകരിക്കുകയും എന്നിട്ട് നിയമം പാലിക്കാതെ വഴിവിട്ട രീതിയിൽ ചെലവഴിക്കുകയും ചെയ്യുന്നതിനെ തടയുക, അല്ലെങ്കിൽ നിയന്ത്രിക്കുക, മേൽനോട്ടം വഹിക്കുക, കൃത്യമായി നിരീക്ഷിക്കുക, ക്യാൻസൽ ചെയ്യേണ്ടതിനെ ക്യാൻസൽ ചെയ്യുക, രജിസ്ട്രേഷൻ പുതുക്കേണ്ടതാണെങ്കിൽ പുതുക്കുക. അത്തരം നടപടിക്രമങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി. ഇനി വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഡെസിഗ്നേറ്റഡ് അതോറിറ്റി ഇപ്പോൾ വക്കഫിലൊക്കെ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ നടന്നു പോകുമ്പോൾ ഒരു ഭൂമിയാണ് അത് നോക്കുന്നു, ഇത് വക്കഫാണെന്ന് തോന്നുന്നല്ലോ, അത് വക്കഫായി എന്ന് പറഞ്ഞാൽ ഇടപെടൽ നടക്കില്ല. നിങ്ങൾക്ക് ആ ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ട്, പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. 90 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ആരാധനകളാണെങ്കിലും ഏറ്റെടുക്കുന്നതെങ്കിൽ അത് വ്യക്തമായി മതവിഭാഗങ്ങളെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഒരാളെ ഏൽപ്പിക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് അതിന് നിയമ നടപടികളിലേക്ക് പോകും. നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഇത്രയൊക്കെ പോരെ? ഒരു ജനാധിപത്യ രാജ്യത്ത് ഇതൊക്കെ ചെയ്താൽ പോരെ? കോടതി പിക്കൂടെന്നവർ പറയുന്നില്ലല്ലോ. കോടതി പോകുമ്പോഴും കഴിയാത്ത വക്കഫിലാണ് നമ്മൾ നിയമ ഭേദഗതി വന്നപ്പോൾ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത്. അപ്പോൾ ഇത് ജനാധിപത്യപരമായ ഒരു മാറ്റമാണ്, നിയന്ത്രണമാണ്, നിരീക്ഷണമാണ്. കെട്ടുറപ്പുള്ള ഒരു പബ്ലിക് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി രാജ്യത്ത് ഇത് ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള ശ്രമം മാത്രമാണ്. അതിനെ ബലി കഴിച്ചുകൊണ്ട് കേവലമായ ഒരു 10 വോട്ടിന് വേണ്ടി, ന്യൂനപക്ഷ വോട്ടിന് വേണ്ടി അവർ പോലും തിരിച്ചറിയപ്പെടുകയാണ്. ഈ ബിഷപ്പുമാർക്ക് കിടന്ന് ചാടുമ്പോൾ അവരാലോചിക്കണം, പാവപ്പെട്ട ജനത അറിയുന്നില്ല. ഇവിടെ അവർക്ക് തന്നെ ഈ മതം അത് പിന്നെ ഹിന്ദു മത മേധാവിയായാലും ശരി, ക്രിസ്തീയ മേധാവിയായാലും ശരി, അവരൊക്കെ പറയുന്ന കാര്യം ജനം തള്ളിക്കളഞ്ഞേ. ഇപ്പൊ SNDP നായോ പറഞ്ഞു കഴിഞ്ഞാൽ, മേധാവികളോ പറഞ്ഞാൽ ഇവിടെ കേൾക്കുമോ? ആൾക്കാർ കേൾക്കില്ല. അത് ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന് ചില മതമേധാവികൾക്ക് ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഈ ചാട്ടം വരുന്നത്.